ഹലോ മച്ചാമാരെ, മിബ്സൽ വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ ചലഞ്ചൊന്നുമല്ല, നമുക്ക് ചെറിയൊരു കാര്യം കാണിച്ചു തരാൻ വന്നതാണ്. നമുക്ക് ഇന്നലെ വൈകുന്നേരം ഒരു അണ്ണാൻകുട്ടീനെ കിട്ടിയിരുന്നു, കണ്ടില്ലേ? അത് ഞാനൊരു ബോക്സിൽ ഇട്ടിക്കാണ്. ഇന്നലെ ഇട്ടു. രാത്രി പിന്നെ ഒരു പ്രാവുംകൂട്ടിക്ക് ഇടലാണ്, അതൊരു ഇറയ്ക്ക് ഇടലാണ്. നമ്മൾ ഇതിന് ഫീഡ് ചെയ്യൽ ഉണ്ടോ? ഇതിന് ഫീഡ് ചെയ്യൽ ഈ ഒരു ഇതിലാണ്, പശൻ്റെ ഇതിൽ. പശൊക്കെ നല്ലതാക്കി ഒഴിവാക്കി കഴുകിയിട്ട് ഇതാക്കിയതാണ്. പകുതി ഉണ്ടായിട്ടുള്ളായിരുന്നു പശ. അപ്പോൾ ഒക്കെ ഒഴിവാക്കിയിട്ട് ഇതാക്കിയിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ കുറച്ച് പഞ്ചസാരയും, കുറച്ച് അധികം ഇടാൻ പാടില്ല, കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി. എന്നിട്ട് അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. പാൽ ചൂടാക്കിയിട്ടായാലും കുഴപ്പമില്ല, ഇളം ചൂടിലൊന്നും പറ്റില്ല, നല്ല ചൂടാറിയിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. ഫില്ലർ ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇതൊന്നും തിന്നുന്നില്ല, അതുകൊണ്ട് നമ്മൾ പാലെടുത്ത് നോക്കി. അപ്പോൾ പാല് കുടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പാല് കൊടുത്തതാണ്, അതുകൊണ്ട് ഇപ്പോൾ കാണിച്ചു തരണേ. നമുക്ക് ഉണ്ടോ, ചെറിയ കുട്ടിയാണ്. നമുക്ക് ഇങ്ങനെ കിട്ടിയത് എങ്ങനെ വെച്ചാൽ ആ മരത്തിൻ്റെ ചോട്ട് കാക്കച്ചകൾ എടുത്ത് ഇതാക്കിയിരുന്നു, കൊത്തിയിരുന്നു. ഉണ്ടോ, ഒച്ചയൊക്കെ ഉണ്ടാക്കും. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ കേട്ടില്ല. ഒച്ചയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ചെറുതായിട്ട്. ചെറിയൊരു ബോക്സിൽ ഇട്ടിക്കാണ്. ഉച്ചക്ക്, രാത്രി, രാവിലെ ഒക്കെയാണ് ഇതിന് ഫുഡ് കൊടുക്കുക. അങ്ങനെ എപ്പോഴും കൊടുക്കാൻ പറ്റില്ല, ഓരോ നേരം ഇതാക്കുമ്പോഴേ കൊടുക്കാൻ പറ്റുള്ളൂ. കണ്ട ഒച്ച ഉണ്ടാക്കുന്നുണ്ട്, കീന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും അറിയില്ലെന്ന് പിന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് എന്തൊക്കെ കൊടുക്കുക, എത്ര വലുപ്പമായ കുട്ടിക്കൊക്കെ എങ്ങനെ കൊടുക്കാം. പിന്നെ നമുക്ക് കണ്ണ് തുറന്നിട്ടായതുകൊണ്ട് അത്ര വലിയ പേടി വന്നില്ല, നമുക്ക് പേടിച്ചേണ്ട ആവശ്യമുണ്ടായിരുന്നു. നല്ല വരച്ചിരുന്നു. അപ്പോൾ നമ്മൾ കൈക്കെടുത്ത് കണ്ട് അതിനെ മടിയിൽ വെച്ച് തല ഓടി കൊടുത്തൊക്കെ ചെയ്ത് അങ്ങനെയാണ് ഇതിന്. പിന്നെ ഇപ്പോൾ ഉഷാറൊക്കെയാണ്, ചെറിയൊരു പേടി ഉണ്ട് എന്നാലും, പക്ഷെ ഉഷാറൊക്കെയാണ്. ഇപ്പോൾ ചില നേരത്ത് കീന്നും പറഞ്ഞുകൊണ്ട് ഒച്ചയൊക്കെ ഉണ്ടാക്കും. പ്രത്യേകിച്ചൊന്നും ഫുഡ് കൊടുക്കണമെങ്കിൽ സാധാ മാതിരി പാലും അതിൽ കുറച്ച് പഞ്ചസാര ഇട്ടുകൊണ്ട് കൊടുക്കലുള്ളൂ. പിന്നെ വല്ലപ്പോഴൊക്കെ ഒന്ന് എടുക്കും, എപ്പോഴും എടുത്താൽ അഥവാ പോയാൽ ആകെ പണിയാവും. ഇപ്പോൾ വിട്ടാൽ അതേപോലെ കാക്കച്ചോള് വീണ്ടും കൊത്തിയിട്ട് അതിനെ കൊല്ലും. അതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ വലുതായിട്ട് വിടണുള്ളൂ, ഒറ്റയ്ക്ക് ഫീഡിങ് ചെയ്യാനൊക്കെ ആയിട്ട് വിടണുള്ളൂ ഇതിനെ വേണ്ട പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടാ. കണ്ടോ, ഇതിനെ തുടച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ രാവിലെ ഒന്ന് തുടച്ചാലും മതി, പിന്നെ രാത്രി ഉച്ചക്കൊന്നും തുടക്കണ്ട. ഞാൻ ഒരു ചെറിയൊരു വെള്ളമാക്കിക്കാണ്ട് തുടച്ചെടുക്കലാണ്. വേദന ആവാത്ത രീതിയിൽ വേണം അതിനെ പിടിച്ചാലും തുടക്കാനൊക്കെ. കണ്ടോ, ഒറ്റ ചാടാൻ നോക്കുന്നുണ്ട്. ഉണ്ടോ, ഇതിനെ പറ്റി ഒന്നും അറിയില്ല. പിന്നെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് അറിഞ്ഞത്. നമ്മൾ ഇതൊക്കെ വെച്ചുകൊടുത്തിരുന്നു, അതൊന്നും കടിച്ചിട്ടില്ല, നുറുക്കി ഇട്ട് കൊടുത്തിരുന്നു, അതൊന്നും കടിച്ചിട്ട് തിന്നിട്ടില്ല. പിന്നെ മനസ്സിലായത് പാല് മാത്രം കുടിച്ചുള്ളൂ എന്ന്. അപ്പോൾ നമ്മൾ പാലൊക്കെ കൊടുക്കാൻ തുടങ്ങി. ഇന്നലെ കിട്ടിയിട്ടുള്ളൂ, ഇന്നലെ പാലാണ് ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ പാൽപ്പൊടി വെള്ളം ഇട്ടുകൊണ്ടാക്കിയായിരുന്നു. പിന്നെ അപ്പോൾ ഇന്ന് പാല് വേങ്ങിയിട്ടാണ് നമ്മൾ അതിന് കൊടുത്തത്. ഫില്ലർ ചെയ്യാത്തതുകൊണ്ടായിരുന്നു അതിൽ കൊടുക്കുന്നത്. ഫില്ലർ ഉണ്ടെങ്കിൽ അതിലും കൊടുക്കാം, പിന്നെ സിറിഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റും. സിറിഞ്ചിൻ്റെ സൂചിയൊക്കെ മാറ്റിയിട്ട് കൊടുക്കാം. ഉണ്ടോ, ഭയങ്കരൻ. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നമ്മളെ ചാനലിൻ്റെ പേര് മിബ്സൽ വ്യൂസ് എന്നാണ്. അപ്പോൾ ഇതിന് വേണ്ട ഒരു പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അണ്ണാൻകുട്ടിക്ക് വേണ്ട പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ചാടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ബൈ.